Hey my dear beautiful souls, welcome back to my channel Divine Speaks. Okay, ഇനി നമുക്ക് പുണർദം നക്ഷത്രത്തിന്റെ ഒക്ടോബർ മന്ത് എനർജി ലെവൽ എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് അവരുടെ ലൈഫിൽ വരാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് ഒക്ടോബർ മന്ത് പുണർദം നക്ഷത്രത്തിലുള്ളവർക്ക് ഉള്ള വ്യക്തികൾക്ക് നൽകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പുണർദം നക്ഷത്രത്തില് ജനിച്ച വ്യക്തികളുടെ ഒക്ടോബർ മന്തിന്റെ എനർജി ലെവൽ, അവരുടെ കരിയർ, അതുപോലെ എഡ്യൂക്കേഷൻ, എന്തൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുക, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് അവർക്ക് നൽകുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയാ, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഓട്ടം, ഒരുപാട് വെല്ലുവിളികൾ ഒക്ടോബർ മന്ത് ഉണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ സ്ഥിരോത്സാഹവും അതുപോലെ ക്ഷമയും ഓക്കെ പേഷ്യൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് വലിയ കുഴപ്പമില്ലാതെ പോകാം. പക്ഷേ ഇവിടെ കാണുന്നത് എങ്ങനെയാണ്, നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വളരെ റിസ്ക് ആണ്. നിങ്ങളുടെ പുതിയ ജോലി കണ്ടെത്തുക, പുതിയ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക, അതെല്ലാം റിസ്ക് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാലും ചിലപ്പോൾ അത് കിട്ടാൻ വൈകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു റിസ്ക് ഫാക്ടർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഡെത്ത് കാർഡാണ്. വളരെയധികം ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പാഷനെ ഫോളോ ചെയ്യണോ വേണ്ടയോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുക. യോഫാൻസ് ഓക്കെ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസ്ക് എടുക്കണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒത്തിരി ചലഞ്ചസ്, ഒത്തിരി വെല്ലുവിളികൾ നിറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. ഓക്കെ, എങ്കിലും കുടുംബത്തിലൊക്കെ വളരെ സന്തോഷമാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ വളരെ ഹാപ്പി മൂഡിലാണുള്ളത്. അവരുമായിട്ടൊക്കെ ഉള്ളത്, അവരുമായിട്ടുള്ള സമയമൊക്കെ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കരിയർ ലൈഫിലാണ് ഈ ഒരു ഇത് കാണുന്നത്, ഈ ഒരു സ്ട്രഗിൾസ് കാണുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും. നിങ്ങൾ അവിടെ നിന്ന് മാറണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം. ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഒന്നും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ആലോചന ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ എന്തോ നിങ്ങൾക്ക് അതൊന്നും ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒന്നിനോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. സോ നമുക്കറിയാലോ, നമുക്ക് ഒരുപാട് സെറ്റ് ബാക്സ് അല്ലെങ്കിൽ ഒരുപാട് തിരിച്ചടികൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഇനി മുന്നോട്ട് ഉള്ള ലൈഫ് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. ഒരിക്കലും അതരുത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റും, നമുക്ക് താങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ യൂണിവേഴ്സ് നമുക്ക് തരുള്ളൂ. അതാണ് ഓക്കെ. അപ്പോൾ അതുള്ളിൽ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എന്ത് വെല്ലുവിളികൾ നമ്മുടെ ലവ് ലൈഫിലായാലും കരിയറിലായാലും ഒക്കെ പ്രൊഫഷണലായാലും ഒക്കെ വന്നാലും ജസ്റ്റ് കം ഡൗൺ, എന്നിട്ട് നല്ല കൂളായിട്ടിരിക്കുക, നല്ല ക്ഷമയോടുകൂടി ഇരിക്കുക. അങ്ങനെ ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുരോഗതിയൊക്കെ ലൈഫിൽ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എന്തിലെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുമ്പോഴും അതിനകത്ത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞിരിക്കും. ആ വെല്ലുവിളികളെ അതിജീവിച്ച് നിങ്ങൾ വിജയിക്കും. പക്ഷെ എല്ലായിടത്തും വെല്ലുവിളികളാണ്.
എല്ലായിടത്തും നിങ്ങൾ എന്താ പൊരുതി വിജയിച്ച് വന്ന ഒരവസ്ഥയാണ്. അപ്പം അറിയാമായിരിക്കുമല്ലോ, നമ്മൾ അങ്ങനെ പൊരുതി നേടുമ്പോൾ അതിനൊരു സുഖം കൂടുതലാണ്. പക്ഷെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര സുഖമൊന്നും തോന്നില്ല. നമ്മൾ വിചാരിക്കും വേണ്ടിയില്ല, വേണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുമായിരിക്കും. പക്ഷേ ആ ഒരു അവസാനത്തെ സക്സസ് നമുക്ക് വളരെ മധുരമേറിയതായിരിക്കും. ഞാൻ ഇത്രയുമൊക്കെ സ്ട്രഗിൾ ചെയ്ത് നേടിയതാണ് എൻ്റെ ഈ ലൈഫ്, ഈ ഒരു അച്ചീവ്മെന്റ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒക്ടോബർ മന്തിൽ നിങ്ങളെ ഒന്ന് കുറച്ചൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും എടുത്തു ചാടി ഒന്നും എന്ത് ചെയ്യുക, പ്രതികരിക്കാതിരിക്കുക. എല്ലാം ക്ഷമയോടുകൂടി കേട്ട് അതിന് എങ്ങനെയാണോ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറേണ്ടത് അതുപോലെ പെരുമാറുക. അപ്പോൾ നിങ്ങളുടെ എന്താ പറയാ, വരുന്ന ദിവസങ്ങളിൽ അത് മാറി മാറി വരും. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ ചിന്തിച്ച ഒരു ട്രാൻസ്ഫോർമേഷനിൽ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കാതിരിക്കുക. ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക്, അത് എടുക്കണോ വേണ്ടേന്നുള്ള ഒരു ഡബിൾ മൈൻഡാണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു ഡബിൾ മൈൻഡിൽ നിന്ന് നിങ്ങൾ മാറുക. ഒരുപാട് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ എനിക്കൊന്നും എന്നോട് ഫേസ് ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാകാം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാകാം, അല്ലെങ്കിൽ മൈൻഡ് റിഫ്രഷ്നസ് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറുന്നതാകാം, അങ്ങനെയൊക്കെ ആകാം. ഓക്കെ, ഒരു റിഫ്രഷിങ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നാം ചിലപ്പോൾ ഒക്ടോബർ മന്ത് എൻഡിൽ. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുമെങ്കിൽ അതൊക്കെ ആകാം. പക്ഷേ നിങ്ങൾ വിചാരിക്കുക, ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട് കൂടെ. ഒരു സൈഡിൽ കുറച്ച് ബ്ലെസ്സിങ്സ് നമുക്ക് കാണാമല്ലോ. ഓക്കെ, അത് ചിലപ്പോൾ നമ്മുടെ ഹാർഡ് വർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ കാണുന്ന ചലഞ്ചസ് എല്ലാം തന്നെ നമുക്കത് ബ്ലെസ്സിങ്സ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക ഇതിനെ, ഈ ഒരു റീഡിങ്. ഓക്കെ, നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങളുടെ എനർജിയുമായിട്ടൊക്കെ കണക്ട് ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ, hope you like this video. Stay tuned. Have a nice day. Thank you for watching.